സർ, ഡൽഹിയിലെ JNU യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കേട്ടൊരു പേരാണ് ഉമർ ഖാലിദ്. അവിടെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൊക്കെ ഇയാളുടെ പേര് ഉയർന്നു വന്നു. പക്ഷേ ഇയാൾ ആരാ എന്താണെന്ന് അറിയില്ല. എങ്കിലും ജമാഅത്ത് ഇസ്ലാമിയായിട്ടൊരു ബന്ധമുണ്ട്. ഇയാൾ പിന്നീട് ജയിലിലാവുന്നു. 3 or 4 തവണ ഇയാൾക്ക് 8 തവണ അല്ലെ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ജാമ്യമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇയാൾ ആരാ? ഇയാളുടെ കണക്ഷൻ എന്താ? ജാമ്യമൊക്കെ കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം UAP കേസാണ്. പിന്നെ ഇപ്പോ ഇന്നലെ കോടതിയിൽ ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ കൂട്ടാളിയാണ് ഈ ഷർജിൽ ഇമാം എന്ന് പറഞ്ഞൊരുത്തൻ. ഈ ഷർജിൽ ഇമാം 2020 ഡൽഹിയിൽ കലാപം, അതിന്റെയൊക്കെ ആസൂത്രണത്തിൽ പങ്കുള്ള ആളാണല്ലോ ഉമർ ഖാലിദും. JNU ഗവേഷകനൊക്കെ ആണെങ്കിലും. അപ്പൊ 2020 ഡൽഹി കലാപം എന്ന് പറഞ്ഞിട്ട് ഷർജിൽ ഇമാമിന്റെ ജാമ്യാപേക്ഷ, ഇത് 4-5 പേര് ഒന്നിച്ചാണ്. ഉമർ ഖാലിദ്, ഷർജിൽ ഇമാമും ഒക്കെ, ഒരു പെൺകുട്ടിയും ഉണ്ട്. അപ്പൊ ഷർജിൽ ഇമാമിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ കോടതിയിൽ വന്നപ്പോ അന്വേഷകർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ പ്രകോപന പ്രസംഗ വീഡിയോകൾ കോടതിയിൽ പ്രദർശിപ്പിച്ചു, വീഡിയോകൾ കേൾപ്പിച്ചു. പിന്നെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കലാപം നടക്കുന്നതിന്റെ തലേന്ന് ഇയാൾ നടത്തിയ പ്രസംഗങ്ങളുണ്ടല്ലോ, അതിന്റെ വീഡിയോ ആണ് കാണിച്ചത്. 7 വർഷം കിട്ടാവുന്ന തടവ് കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ പ്രസംഗം, ഞാൻ ഇയാളുടെ 3-4 ഈ വീഡിയോകൾ നോക്കി. അപ്പൊ ഇയാളുടെ ഒരു പ്രസംഗത്തില് ഏതാനും വരികൾ പറയാം. അലിഗഡില് 2020 ജനുവരി 16 ഷർജിൽ ഇമാം നടത്തിയ പ്രസംഗത്തിൽ പറയാണ്, 5 ലക്ഷം പേരെ നിങ്ങൾ സംഘടിപ്പിച്ചാല് ഇന്ത്യ മാത്രല്ല, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഇന്ത്യയിൽ നിന്ന് നമുക്ക് വിച്ഛേദിച്ചു മാറ്റാം. നമുക്ക് ചിക്കൻ സ്നെക്ക് നമുക്ക് വിച്ഛേദിക്കാം. ട്രക്കുകളിൽ അവശിഷ്ടം നിറയ്ക്കുക, ട്രാക്കുകളിൽ അവശിഷ്ടം നിറയ്ക്കുക. 1 മാസം അത് നീക്കാനായിട്ട് വേണ്ടിവരും. അസം വിച്ഛേദിക്കുന്നത്, അതായത് അസമിനെയൊക്കെ ഇന്ത്യയിൽ നിന്ന് വിച്ഛേദിക്കുന്നത് നമ്മുടെ കടമയാണ്. ചിക്കൻ നെക്ക് മുസ്ലിങ്ങളുടേതാണ്. പിന്നെ ആർട്ടിക്കിൾ 307 അയോധ്യ, മുത്തലാഖ്, CAA, NRC, ഈ വക കാര്യങ്ങളൊക്കെ ഇയാൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മറ്റേ ബംഗ്ലാദേശ് ചിക്കൻ നെക്ക് വിച്ഛേദിക്കണം എന്ന് പറഞ്ഞ് യൂനുസ് ബെയ്ജിങ്ങിൽ പോയി തിരിച്ചു വന്നിട്ടും ചിക്കൻ നെക്കിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ JNUമായി ബന്ധപ്പെട്ട് JNUക്കാർ ഡൽഹി കലാപത്തിൽ, ഷഹീൻ ബാഗിലും ഒക്കെ കലാപം നടത്താൻ ഈ ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഒക്കെ ആഹ്വാനം നടത്തിയ ആ കേസിൽ ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, റഹ്മാൻ, ഇവരുടെയും ജാമ്യ ഹർജികളുണ്ട് കോടതിയിൽ. ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും മാത്രമല്ല, ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, റഹ്മാൻ, ഇത്രയും പേരുടെ 5 പേരുടെ ഹർജികൾ. ഇത് കുറെ കാലമായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇവര് കോൺഗ്രസ് വക്കീൽമാരും ഒക്കെ ഇവർക്ക് വേണ്ടി ഹാജരാകുന്നൊക്കെ ഉണ്ട്. 2020 ഫെബ്രുവരിയിലാണ് ഈ അക്രമങ്ങളൊക്കെ നടന്നത്, ഡൽഹിയിൽ കലാപങ്ങൾ നടന്നത്. 53 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ 53 പേരെ കൊന്നവരല്ലേ ഇവര്, ഈ 5 പേര്. അപ്പോ കപിൽ സിബല്, അഭിഷേക് സിംഗ്വി ഒക്കെ ഹാജരാകുന്നുണ്ട്. ഇപ്പോഴും വലിയ പണം മുടക്കുന്നുണ്ട് ഇവര്. വലിയ അല്ലേ, 70 ലക്ഷം രൂപ. ഇപ്പൊ അഖില ഹാദിയ എന്ന് പറഞ്ഞൊരു വൈക്കത്തുകാരിയുടെ കേസില്ലേ, അതിൽ മറ്റേ ഇവരല്ലേ ഹാജരായത്. 77 ലക്ഷം രൂപ അതിനുവേണ്ടി മുടക്കി പിരിച്ചെടുത്തു എന്ന് നമ്മളന്ന് വായിച്ചിരുന്നതല്ലേ. അപ്പൊ 7 തവണ ഈ ജാമ്യ ഹർജി പിൻവലിച്ചും പോയിട്ടുണ്ട്. കാരണം കോടതിയുടെ പരാമർശങ്ങൾ വരുമ്പോൾ ശരി ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ഇവര് പോകും. അപ്പൊ ഇയാൾ ആരാണ് ഉമർ ഖാലിദ്? അതല്ലേ ചോദിച്ചത്. ഇയാള് ജാമ്യ നഗർ, ഇപ്പൊ അൽഫല യൂണിവേഴ്സിറ്റിയുടെ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് ജാമ്യ നഗർ എന്ന് പറയുന്നത്. അപ്പോ ജാമ്യ നഗറില് സയ്യിദ് കാസിം റസൂൽ ഇല്യാസ് എന്നാണ് ബാപ്പയുടെ പേര്. സയ്യിദ് കാസിം റസൂൽ ഇല്യാസ് ആണ് ബാപ്പ. അയാളുടെ മകനാണ്. 1987 ഓഗസ്റ്റ് 11 ജനിച്ചത്. ഭാര്യ ഹിന്ദു ആണ്, ബാനോ ജ്യോത്സ്ന ലാഹിരി അല്ലേ, ബംഗാളി. അപ്പോ കാരണം ഈ ജിഹാദി പ്രവർത്തനമാണല്ലോ ഹിന്ദുവിനെ വിവാഹം ചെയ്ത് കൺവെർട്ട് ചെയ്യുക എന്നുള്ളത്.
ഇയാള് JNU ഗവേഷണ വിദ്യാർത്ഥിയുമൊക്കെ ആയിരുന്നു. കനയ്യ കുമാറിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് JNUവില് ആസാദി മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് ഇയാളാണ്. ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ DSU എന്ന് പറഞ്ഞിട്ട്. പാർലമെന്റ് ആക്രമിച്ച അഫ്സൽ ഗുരു ഉണ്ടല്ലോ, തൂക്കിക്കൊന്നത്, അഫ്സൽ ഗുരുവിനെ 2013 ഫെബ്രുവരി 9 തൂക്കിക്കൊന്നു. അപ്പോ 3 വർഷം കഴിഞ്ഞ് JNUവിലെ CPML സംഘടന ആണ് DSU. അവര് 2016 മാർച്ച് 3 അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന് 3 വർഷം കഴിഞ്ഞിട്ട് JNUവില് അഫ്സൽ ഗുരു അനുസ്മരണം നടത്തുന്നു. JNUവില് ആ അനുസ്മരണത്തിന് ഭാരത് തേര തുക്ഡ കർഹേങ്കെ ഇൻഷാ അള്ളാ, കേരൾ മാങ്കെ ആസാദി, കശ്മീർ മാങ്കെ ആസാദി. കേരളത്തിന് സ്വാതന്ത്ര്യം, കശ്മീരിന് സ്വാതന്ത്ര്യം, ഞങ്ങൾ മൊത്തത്തിൽ വെട്ടിമുറിക്കും. അതാണല്ലോ തുക്ഡേ തുക്ഡേക്കാണെന്ന് പറഞ്ഞ ഗോസ്വാമി പറയുന്നത് കേട്ടില്ലേ? വെട്ടിമുറിക്കും, വിച്ഛേദിക്കും എന്നാണ് ഈ ടുക്ഡേ. എപ്പോഴും ടുക്ഡേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളെല്ലാം വെട്ടിമുറിക്കുന്ന. അപ്പൊ ഇയാളുടെ ബാപ്പ, ഉമർ ഖാലിദിന്റെ ബാപ്പ, ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അയാള്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ മോനാണ് ഈ ഉമർ ഖാലിദ്. അപ്പൊ അയാളെ ഉപയോഗിച്ചിട്ട് ഈ കനയ്യകുമാറിനെ കൊണ്ട് ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കുകയും കൂടെ ചെയ്യുന്നു. എല്ലാം ചെയ്തു. 10 ദിവസം ഇയാൾ കലാപത്തിന് ശേഷം ഒളിവിലായിരുന്നു ഉമർ ഖാലിദ്. അതിനുശേഷം കീഴടങ്ങി. ബുർഹൻ വാനി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ, ഇതുപോലെ വിഘടനവാദി. അയാളെ വധിച്ചു കഴിഞ്ഞപ്പോൾ പ്രക്ഷോഭം നടത്തി ഉമർ ഖാലിദിന്റെ നേതൃത്വത്തില്. CAA NRC ജൻസി കലാപം അന്ന് നടത്തി നോക്കി. ഷഹീൻ ബാഗ് കലാപം നടത്തി നോക്കി. 2020 ഫെബ്രുവരി 24, 25 തീയതികളിൽ ട്രംപ് ഇന്ത്യയിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഷഹീൻ ബാഗില് CAA പ്രക്ഷോഭം ഒക്കെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ സന്ദർശനം കുളമാക്കുക. അന്ന് അവിടെ ജുമാ മസ്ജിദ്, ഷഹീൻ ബാഗ്, ആ ഭാഗത്തൊക്കെ ആണല്ലോ കലാപം. 53 പേരെ കൊന്നു. ചാന്ദ് ബാഗ് കലാപത്തിന് വാട്സാപ്പിന്റെ അഡ്മിൻ എന്നുള്ള നിലയ്ക്ക് ഉമർ ഖാലിദാണ് ആഹ്വാനം നടത്തിയത്. തെളിവുണ്ട്. ബുർക്ക, മുളക് പൊടി, കല്ല്, മൂർച്ചയുള്ള സാധനങ്ങൾ, ഇങ്ങനെയൊക്കെ വരാനാണ് ഇയാളുടെ ആഹ്വാനം. വിധാൻ സൗദ മെട്രോ സ്റ്റേഷൻ അവിടെ തടയുക, പോലീസിനെ ആക്രമിക്കുക, കോൺസ്റ്റബിൾ രത്തൻലാലിനെ കൊന്നു. പിന്നെ സന്ദീപ് ലാംബ ACP, അദ്ദേഹം ആക്രമണത്തില് അബോധാവസ്ഥയിലായി പല കാലങ്ങൾ. അതുപോലെ IB ഓഫീസർ അങ്കിത് ശർമ്മയെ കൊല്ലാൻ ഈ സിലംപൂരില് താഹിർ ഹുസൈൻ, മീരാൻ ഹൈദർ, ഷർജീൽ ഇമാം, ഷർജീൽ ഇമാമിന്റെ പേര് ഷർജീൽ ഇമാം, ഇത്തരം ആളുകളൊക്കെ ആയിട്ട് ഗൂഢാലോചന നടത്തി ഉമർ ഖാലിദ്. പിന്നെ ഉത്തരാഖണ്ഡ് തൊഴിലാളി ദിൽബാർ നേഗിയെ 7 കഷ്ണാക്കി വെട്ടിമുറിച്ചു ഇവര്. ദിൽബാർ നേഗി ഉത്തരാഖണ്ഡിൽ നിന്ന് ഡൽഹിയിലുള്ള തൊഴിലാളി 7 കഷ്ണാക്കി. 2018 പേര് ഈ മൊത്തം കലാപത്തിൽ, ഡൽഹി കലാപത്തിൽ അറസ്റ്റ് ചെയ്തു. 2018 പേരെ. അതിൽ 95% ആളുകൾക്കും ജാമ്യം കിട്ടിയിരുന്നു. പക്ഷെ ഇവരാണ് ആസൂത്രകര്, ഈ ഷർജീൽ ഇമാം, ഉമർ ഖാലിദ് തുടങ്ങിയ ആളുകൾ, UAPA. ഇവർക്കെതിരെ ഇന്നലെയും കോടതിയിൽ ഈ വീഡിയോ തെളിവുകൾ വന്നു. ഇവര് പറയുന്നത് എന്താണ്? ചിക്കൻ നെക്ക് വിച്ഛേദിക്കുക. വടക്ക് കിഴക്കുള്ള 7 സംസ്ഥാനങ്ങൾ, അസം ഉൾപ്പെടെ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് വിച്ഛേദിക്കുക, ഇല്ലേ? ചിക്കൻ നെക്ക് വിച്ഛേദിച്ചിട്ട്. കാരണം ബംഗാളിൽ നിന്ന് ഈ ചിക്കൻ നെക്ക് അല്ലെങ്കിൽ സിലിഗുരി കോറിഡോർ, അതുവഴിയാണ് വടക്ക് കിഴക്ക് നമുക്ക് പോകാനുള്ള ഏക വഴി. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഒറ്റപ്പെടും ഇന്ത്യയിൽ നിന്ന്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ISI മറ്റേ ഇന്റർസ്റ്റേറ്റ് സർവീസസ് ഇന്റലിജൻസ്, പാകിസ്ഥാന്റെ ചാരസംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ നെക്ക് വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രംഗ്പൂരിൽ അടുത്ത കാലത്ത് മറ്റേ പാകിസ്ഥാൻ ചാരസംഘടനയുടെ ഓഫീസർമാര് ചെന്നിരുന്നത്, വിസിറ്റ് ചെയ്ത് സന്ദർശനം നടത്തിയിരുന്നത്.
എന്ന് പറഞ്ഞാല് ഇവരുടെ ആ അജണ്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ അജണ്ട ഉമ്മർ ഖാലിദൊക്കെ നേരത്തെ തന്നെ 2020 തന്നെ പറഞ്ഞതാണ്. 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അജണ്ട 5 കൊല്ലം മുമ്പേ ഉമ്മർ ഖാലിദ് ആഹ്വാനം ചെയ്തതാണ്. ഷർജീൽ ഇമാമും ആഹ്വാനം ചെയ്തതാണ് 5 കൊല്ലം മുമ്പേ. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ അജണ്ടയുടെ ജിഹാദിന്റെ ഭാഗമാണ്. ജിഹാദിയാണ് ഉമർ ഖാലിദ്. അതാണ് വ്യക്തമായിരിക്കുന്നത് അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.